രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയ അഡ്വക്കേറ്റ് ഷുക്കൂർ നമുക്കൊപ്പം ചേരുന്നു. സത്യം പറയുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാവുകയാണ്. പോലീസ് അവസാനം കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേസൊക്കെ എടുത്താലും ആ കേസൊക്കെ കേസായി തന്നെ അവിടെ നിൽക്കുകയാണ്. ഇതിൽ നടപടി ഒന്നും ഉണ്ടാകുന്നില്ല. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചേക്കുമെന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു വിവരമാണ് അല്പമെങ്കിലും വെളിച്ചം വീശാനുള്ളത്. ഈ അന്വേഷണം ഈ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ അന്വേഷണ സംഘത്തിന് നിറയെ പരിമിതികളുടെ ഒരു അവസ്ഥയാണ്. വാർത്ത പുറത്തു കൊണ്ടുവരാൻ മാധ്യമങ്ങൾക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷയുണ്ടോ ഇതിൽ സത്യം പുറത്തു വരും ധർമ്മസ്ഥലയിൽ നിന്ന്? തീർച്ചയായും സത്യം പുറത്തു വരണം. ഈ കൊല്ലപ്പെട്ട നൂറുകണക്കിന് മനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന നീതി, ആ കുറ്റം ചെയ്തവരെ പുറത്തു കൊണ്ടുവരിക എന്നത് മാത്രമാണ്. നമ്മളെ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ നമുക്ക് ലജ്ജയുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നടന്നതും. തീർച്ചയായും കേന്ദ്ര ഏജൻസി വന്നാൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവുന്ന നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കേന്ദ്ര ഏജൻസിയുടെ താല്പര്യങ്ങൾ നമുക്ക് പലപ്പോഴും അറിയാം. രാഷ്ട്രീയമായി ഇപ്പം ഏറ്റവും അവസാനമായി നമ്മളെ ഒരു മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന ഭീകര വിരുദ്ധ സേനയെ അന്വേഷിച്ചൊരു കേസിലുണ്ടായ വിധി നമുക്കറിയാം. അപ്പം കേന്ദ്ര ഏജൻസി വന്നതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമുണ്ടാവുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം അങ്ങനെ ഒരു പ്രതീക്ഷിക്കാവുന്ന കേന്ദ്ര ഏജൻസികളല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് അന്വേഷണം നടത്തുന്ന പല കേസുകൾ നമ്മൾ കാണുന്നത്. സംസ്ഥാന പോലീസ് തന്നെ ഇപ്പം സിദ്ധരാമയ്യാണ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. തീർച്ചയായും അവര് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ കാര്യങ്ങൾ നടത്താൻ തയ്യാറായാൽ കുറെ കൂടി മനുഷ്യർക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ഇവരുടെ ഒരു പ്രശ്നം, ഇപ്പൊ ബൈജു എന്റെ സുഹൃത്താണ്. ബൈജു എടുക്കുന്ന ഈ എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ അപൂർവ സംഭവങ്ങൾ ഒന്നായിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ. ഇത് മനുഷ്യരുടെ ശ്രദ്ധയിലേക്ക് വരുത്തിയത്, പ്രത്യേകിച്ച് മലയാളികളുടെ ശ്രദ്ധയിൽ വരുത്തിയത് ബൈജു ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇതിന് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മലയാളി മാധ്യമ പ്രവർത്തകരെ ഇന്ന് കേരളത്തിന് പുറത്ത് ആക്രമിക്കുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ രണ്ടാമത്തേതാണ്. കുറച്ചു മുമ്പ് ഈ ഛത്തീസ്ഗഡില് നമ്മുടെ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെട്ട കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാള മാധ്യമ പ്രവർത്തകർക്കും നേരെയും അക്രമമുണ്ടായി. ഇപ്പം ധർമ്മസ്ഥലയിലും അക്രമമുണ്ടായി. ഇവിടെയൊക്കെ ഒരേ തരത്തിലുള്ള ആൾക്കാരാണ്, ഒരേ മനോഭാവമുള്ള ആൾക്കാരാണ് മലയാള മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നത്. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് കർണാടക ഹൈക്കോടതിയിൽ വന്ന റിട്ട് പെറ്റീഷനിലായാലും ഈ ബാംഗ്ലൂർ വന്ന സബ് കോടതിയിൽ വന്ന സ്റ്റേ പെറ്റീഷനിലൊക്കെ മലയാള മാധ്യമങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കത് കാണാൻ കഴിയും. അതിലൊക്കെ ഉള്ള പരാമർശം. അപ്പൊ ഇതിന് ഒരു പ്രധാനപ്പെട്ട സംഗതി, മലയാളികളും മലയാള മാധ്യമ പ്രവർത്തകരും ഇന്ത്യയിൽ തന്നെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ജാഗ്രത കാണിക്കുന്ന ഒരാളാണെന്നൊരു വസ്തുത ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ട് കേരളത്തിലെ മനുഷ്യര് ഈ സത്യത്തോട് കൂടുതൽ നീതി പുലർത്തുന്നവരും ജനങ്ങൾക്ക് ഈ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന നീതിയും ന്യായവും ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ഒരു സമൂഹമായി ഇന്ത്യൻ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്ന രീതിയിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് മലയാളികൾ എന്നത് ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന പ്രവർത്തനമാണ് സമീപ ദിവസങ്ങൾ നമ്മൾ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് കള്ളക്കേസ് കുടിച്ചപ്പോൾ അവിടെ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് ആദിവാസികളായ പെൺകുട്ടികൾക്ക് നേരെ അക്രമം നടത്തിയതിനെതിരെ കേസെടുക്കാത്തതിന് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത് കണ്ണൂർക്കാരനായ നമ്മുടെ MP ആണ്, സന്തോഷ് കുമാർ എന്ന് പറയുന്ന MP ആണ്. അപ്പൊ ഇത് ഇന്ത്യയിൽ തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നത്, നമ്മൾ കേരള ബദൽ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായും ഈ മലയാള മാധ്യമ പ്രവർത്തകർ ബൈജു അടക്കമുള്ള ആൾക്കാർ എടുക്കുന്ന എഫേർട്ട്, പ്രത്യേകിച്ച് ബൈജു ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹം എന്റെ നാട്ടുകാരനാണ്, അയാളുടെ നാട്ടുകാരനാണ് എന്ന് പറയുന്നത് പോലും ഒരു സന്തോഷാഭിമാനമൊക്കെ എനിക്കുണ്ട്. തീർച്ചയായും ഈ ഘട്ടത്തിൽ നമുക്ക് കേന്ദ്ര ഏജൻസി വരുന്നത് ഒരു പ്രതീക്ഷ എന്നതിൽ അഭിപ്രായം എനിക്കില്ല. നമ്മൾ കേന്ദ്ര ഏജൻസിയുടെ പല അട്ടിമറികൾ നമ്മൾ സമീപകാലത്ത് സാക്ഷ്യം വഹിച്ചതാണ്. നിരവധി ഭീകര കേസുകളിൽ പോലും ജഡ്ജിമാർക്ക് സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ, ജുഡീഷ്യറി തന്നെ സ്വാധീനിക്കപ്പെടുന്ന രീതിയിൽ, ജുഡീഷ്യറിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ പല തെളിവുകളും നശിപ്പിക്കുന്ന നിരവധി ഘട്ടങ്ങൾ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ നല്ലത് സ്റ്റേറ്റ് പോലീസ് സമഗ്രമായി ഇപ്പോൾ ഉള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലീഡർഷിപ്പ് നൽകുന്നയാളും അതുപോലെ തന്നെ മംഗലാപുരത്തെ പോലീസ് മേധാവിയൊക്കെ വളരെ ശക്തമായി തന്നെ കാര്യങ്ങൾ നീതിപൂർവ്വം അന്വേഷിക്കുന്നവരാണെന്ന് കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ ഈ മാധ്യമ പ്രവർത്തകർക്കും മറ്റും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം
അല്ല, അതാണ് ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂർ, ഇവര് ഇതിനകത്ത് നല്ല പോലീസുകാരില്ല എന്ന് പറയുന്നില്ല, പക്ഷേ പലർക്കും ഇതിനകത്ത് അന്വേഷണ സംഘത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. ആ തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുന്നു, നേരിട്ട് ഭീഷണികൾ ഉണ്ടാകുന്നു. ഈ ആക്ഷൻ കമ്മിറ്റി കൗൺസിലർമാരൊക്കെ ചാനലിൽ വന്നിരുന്ന് മണിക്കൂറുകളോളം പറയുകയാണ്, ഞങ്ങളെ ഫോളോ ചെയ്യുന്നു, ഞങ്ങൾ ഒരു മിനറൽ വാട്ടർ പോലും അവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഈ കർണാടകയിൽ തന്നെയുള്ള അന്വേഷണ സംഘത്തിന് എങ്ങനെ പരിപൂർണമായിട്ട് നീതി കണ്ടെത്താൻ കഴിയും? കേന്ദ്ര ഏജൻസി ഇടപെടാതെ, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ട് ഉള്ള ഇടപെടൽ ഉണ്ടാകാതെ എങ്ങനെ ഇത് സത്യം കുഴിച്ചെടുക്കാൻ പറ്റും? അപർണ പറയുന്നതിലേക്ക് ഒരു തരത്തിൽ യോജിപ്പുണ്ട്. പക്ഷെ കേന്ദ്ര ഏജൻസി എന്ന് പറയുന്ന ആ ഏജൻസിയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ശക്തി നമുക്കറിയാം. അവർ ഈ ഇത്തരം പിന്തിരിപ്പൻ ശക്തികൾക്ക് പിന്തുണ നൽകുന്നവരാണ്. അവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിൽ കാണുന്നതാണ്. നമ്മൾ കേന്ദ്ര ഏജൻസിയെ വിശ്വസിക്കണമെങ്കിൽ സുപ്രീം കോടതി പല ഘട്ടത്തിൽ പറഞ്ഞതാണ് കേന്ദ്ര ഏജൻസികളെ കുറിച്ച്, ED-യെ കുറിച്ചും CBI കുറിച്ചും എൻഫോഴ്സ്മെന്റ് അതുപോലെ തന്നെ എല്ലാ IT-നെ കുറിച്ചും ഒക്കെ സുപ്രീം കോടതി പല ഘട്ടത്തിൽ പരാമർശം നടത്തിയാണ്. അതിന്റെ അർത്ഥം കേന്ദ്ര ഏജൻസികൾ പരിപൂർണ്ണ വിശ്വാസം എനിക്കില്ല. പക്ഷെ എങ്കിലും ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം കർണാടക ഹൈക്കോടതിക്കുണ്ട്, കർണാടക പോലീസിനുണ്ട്, കർണാടകത്തിൽ ഭരണം നടത്തുന്ന സിദ്ധരാമയ്യ ഗവൺമെന്റിനുണ്ട്. അവർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കേന്ദ്ര ഏജൻസി നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വിശുദ്ധമായ എന്തെങ്കിലും സംഗതി ഉണ്ട് എന്ന് നമ്മുടെ സമീപകാലത്തെ അനുഭവങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അല്ല, അതില്ല ശ്രീ ഷുക്കൂർ, അതില്ല. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ഉണ്ട്, ഇത്രയും വർഷങ്ങൾ ഉണ്ടായിട്ടും ഈ ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരും സിദ്ധരാമയ്യയുടെ സർക്കാരും ഭരണകൂടവും അവരുടെ പോലീസും ഒന്നും ചെയ്തിട്ടില്ല. അതായത് അവരൊന്നും ചെയ്തിട്ടില്ല. സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നിൽക്കുന്ന ആരോപണ വിധേയനായതിന്റെ രാഷ്ട്രീയം വേറെയാണ്. അത് രാഷ്ട്രീയപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കവും കർണാടകത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ആ സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കും? തീർച്ചയായും അത് ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്, ഞാൻ അതിൽ നിഷേധിക്കുന്നില്ല. പക്ഷെ കേന്ദ്ര ഏജൻസി എന്തെങ്കിലും വിശുദ്ധത ഉണ്ട് എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മള് എല്ലാ കാലത്തും ഇപ്പം തന്നെ ഇപ്പൊ ഈ ആരോപണ വിധേയമായ ആളെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ആളാണ് നിലവിലുള്ള ഗവൺമെന്റ്. നമ്മൾ ഇവിടുത്തെയും ഒരു 307 ഒരു കാല് വെട്ടിയ കേസിൽ പ്രതിയായ ഒരാളെ കണ്ണൂരിൽ നിന്ന് രാജ്യസഭയിലേക്ക് എടുത്തു. അതിന് സമാനമായ കാര്യമാണ് കർണാടകയിലും കേന്ദ്ര BJP ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ കേന്ദ്ര ഏജൻസി വന്നുകൊണ്ട് മെച്ചമുണ്ട് എന്നുള്ള വാദം ഇപ്പൊ നമുക്ക് അറ്റ് പ്രസന്റ് നമ്മുടെ സമീപകാല അനുഭവങ്ങളോട് വിശ്വസിക്കാൻ കഴിയില്ല. എന്നാൽ ഇവർക്ക് പ്രൊട്ടക്ഷൻ മാധ്യമ പ്രവർത്തകർക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്ത ഈ സംബന്ധമായിട്ട് ഒരു യൂട്യൂബർ തന്നെ മറ്റു യൂട്യൂബർമാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് SIT. അതായത് ഇത് വലിയ തോതിലുള്ള ഗൂഢാലോചനയുടെ പിന്നിലുണ്ട്, സത്യം പുറത്തു വരാൻ പാടില്ല എന്നതിനെ കുറിച്ച്. അപ്പോൾ ശക്തമായ രീതിയിൽ അന്വേഷണം, നിലവിലുള്ള SIT-യെ ശക്തിപ്പെടുത്തുക, SIT-ക്ക് ആവശ്യമായ സഹായം സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുക. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് നൽകുന്നില്ല എങ്കിൽ ഇപ്പൊ തന്നെ ആക്ഷൻ കമ്മിറ്റി അടക്കം ഇവർക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. കർണാടക ഹൈക്കോടതി ആ ബാംഗ്ലൂര് സബ് കോടതിയുടെ ഓർഡർ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം, മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്താൻ കഴിയില്ല, മാധ്യമങ്ങളുടെ വിലക്ക് നിൽക്കുന്നതല്ല, വാർത്തകൾ പുറത്തു വരട്ടെ എന്ന നിലപാടാണ് കർണാടക ഹൈക്കോടതി എടുത്തത്. അങ്ങനെയുള്ളൊരു ഹൈക്കോടതി നിലവിലുണ്ടാകുമ്പോൾ ആ ഹൈക്കോടതിയുടെ സഹായത്തോടെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 19 വരുന്നതാണ്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത്, നമുക്ക് സമൂഹത്തിൽ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്നത് നിരവധി കേസുകളിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര ഏജൻസി എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം ബൈജുവിനായാലും അപർണക്കായാലും പ്രതീക്ഷയുണ്ടെങ്കിൽ ഒരു ഇന്ത്യയിലെ ഒരു പൗരന നിലയിൽ സമീപകാലത്ത് കേന്ദ്ര ഏജൻസിമാർ നടത്തുന്ന അല്ല ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂർ, അല്ല ഇതൊരു ചോദ്യമാണ്. ഇത് നമുക്കൊരു പ്രതീക്ഷയുടെ ഒരു വിഷയമല്ല. ഇങ്ങനെ കേന്ദ്ര ഏജൻസികളടക്കം നമുക്ക് പ്രതീക്ഷിക്കാൻ പൂർണ്ണമായിട്ടും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ ഇത് സ്ക്രൂട്ടിനി ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ, പ്രഷർ ചെയ്യാൻ മറ്റ് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോവുകയാണ്. ഇത് ഈ വാർത്ത വരുന്ന ഘട്ടത്തിൽ മുഴുവൻ ചോദിക്കുകയാണ്. അവിടെ കാണാതായവരിൽ മലയാളികളുണ്ട്, ഈ ഡി ഗ്യാങ് ഫോളോ ചെയ്യപ്പെടുന്നു എന്ന് പരാതി ഉന്നയിച്ചവർ മലയാളികളുണ്ട്. ഇനി ഒരുപാട് പരാതികൾ വരാനുണ്ട്. ഇത്രയും മലയാളികൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളൊരു വിഷയമുണ്ട്. ഈ കോവിഡ് കാലത്തൊക്കെ അതിർത്തി ഒന്ന് തടഞ്ഞപ്പോൾ ഇവിടെ കൊടി പിടിക്കാനൊക്കെ നിന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ സമ്മർദ്ദമോ ഒരു പ്രതിഷേധമോ, അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, ആരോപണ വിധേയനായവൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷം പോലും ഈ വിഷയത്തിനകത്ത് എന്തായിരിക്കും വലിയ അനക്കമൊന്നും കാണിക്കാത്തത്? അല്ല, ഇടതുപക്ഷം നിലപാടെടുത്തില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അവിടെ ഈ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടി CPM മാത്രമാണ്. CPM മാത്രം ഇന്നും CPM-നെ നശിപ്പിക്കാൻ ആ സ്ഥലത്ത് ഇതിന്റെ ഗുണ്ടാ നേതാക്കളും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ CPM-നെ നശിപ്പിക്കാൻ തന്നെ കാരണം. ഞാനിന്ന് രാവിലെ അവിടുത്തെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചോദ്യം ചെയ്യുന്ന ഇടതുപക്ഷം ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് അടുത്ത സംസ്ഥാനത്തൊരു കാര്യത്തിൽ ഇടപെട്ടു പോകുക എളുപ്പമല്ല കാര്യമല്ല. പക്ഷെ നമ്മൾക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു സംഗതി SIT സജീവമായി നിൽക്കുന്നുണ്ടെന്ന് തന്നെ കർണാടക ഹൈക്കോടതി ആ കാര്യത്തിൽ ശക്തമായ
നിലപാടെടുക്കുന്നതിന്റെ പ്രതീക്ഷ എനിക്കുണ്ട്. തീർച്ചയായും ഈ ഇവിടുത്തെ ആക്ഷൻ കൗൺസിലുടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, അവർ കർണാടക ഹൈക്കോടതി, ഇപ്പം മാധ്യമപ്രവർത്തകരാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി. അതിൽ വളരെ പോസിറ്റീവായ നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. ഇപ്പൊ ജുഡീഷ്യറിയിൽ ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ട പിന്നെ നമ്മുടെ എറണാകുളത്ത് CJM ചെയ്ത പരിപാടി എന്താ? നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ചില ജുഡീഷ്യൽ ഓഫീസർമാർ ചെയ്യുന്നത്. നമുക്ക് അത്ഭുതപ്പെടുന്നത് ഇന്നലത്തെ ഈ BNSS വന്നതിന് ശേഷം ഒരു കേസ് ഫോർവേഡ് ചെയ്യുന്നതിന് വ്യക്തമായ കാരണങ്ങൾ BNSS പറയുന്നുണ്ട്. അതുപോലും കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് ശ്വേതാ മേനെതിരെ കേസ് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് CJM പറഞ്ഞത്. അപ്പൊ ജുഡീഷ്യൽ ഓഫീസർമാർ പലതരക്കാരുണ്ട്. എങ്കിൽ പോലും കർണാടക ഹൈക്കോടതി ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാടെടുക്കുന്നതിന് പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നവർക്ക് നിരവധി ലോ കോളേജിലെ സ്ഥാപനങ്ങളാണ്. ആ ലോ കോളേജിൽ പഠിച്ചവർ കർണാടക ജുഡീഷ്യൽ നിരവധി ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ കർണാടക ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ജുഡീഷ്യൽ കൂട്ടിക്ക് വിധേയമായി ഈ കാര്യത്തിൽ ഒരു മേൽനോട്ടം ഉണ്ടായാൽ കുറെ കൂടി സമഗ്രമായ അന്വേഷണം നടക്കും. എങ്കിലും അപർണയും വൈദ്യൊക്കെ പറയും പോലെ കേന്ദ്ര ഏജൻസി വരികയാണെങ്കിൽ നല്ലത് തന്നെ. പക്ഷെ അത്രമാത്രം ഫലപ്രദമാകുന്നു അതിന് നമുക്ക് അനുഭവം കൊണ്ട് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, തീർച്ചയായിട്ടും നന്ദി. അഡ്വക്കേറ്റ് ഷുക്കൂർ കൂടിയാണ് നമുക്കൊപ്പം ചേർന്നപ്പോൾ.